ഞാൻ ഈ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഓടിപ്പോവാളിയാ. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാല് ഇനി നാട്ടിൽ നിന്ന് എവിടെയും പോവുകയും വേണ്ട, ഓളെവിടെയും പോവുകയില്ല. ഒരു വഴിയുണ്ട്. അളിയൻ നേരെ ഉള്ള കാര്യം പറയും. എടാ അതല്ല വഴി. എടാ അല്പബുദ്ധി കൂമ്പേ, ഡാ ഇങ്ങോട്ട് പോയി. നീ ഓളെ പ്രേമിക്കണം, പ്രേമിച്ച് വളക്കണം. അതിഞ്ഞ വഴി. എന്നെ വിഷം കുടിപ്പിച്ച് കിടത്തിയത് പോരായിട്ടല്ലേ? 10 പൈസേന്റെ ബോധമില്ലാത്ത ആ സുലുവിനെ പോലും വളക്കാൻ എന്നെ കൊണ്ട് പറ്റിക്കില്ല. ഇതാള് വേറെയാ. അത് സുലു. ഇത് ഇന്റെ പോരയില് ഇന്റെ കാട്ടുമ്പോ കിടക്കുന്ന പെണ്ണ്. ഈ പെണ്ണിനെ വളക്കാൻ പറ്റിയെങ്കിൽ ഇനി എന്തിനാണ് ആണായിട്ട് നടക്കുന്നത്? അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് വലിച്ചിട്ട് ഉള്ളിലുള്ള സകല കാമുകന്മാരും സടകുടഞ്ഞിരുന്നേക്കണം. ഐഷു, ഓളടുത്ത് പറയാൻ പറ്റുന്നില്ലടി. ഒരു കാര്യം പറഞ്ഞ് എനിക്ക് വിഷമം തോന്നരുത്. എനിക്കിപ്പം എന്നെക്കാളും ഇഷ്ടം ഓളയാ. കള്ളക്കല്യാണം നടത്തി മൃഗേഷ് നാട്ടുകാരെ പറ്റിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഞാൻ ഓളയില്ലടി പറ്റിച്ചേ. 4 ദിവസം കഴിഞ്ഞാൽ ഓള് പോവും. അതിനു മുമ്പ് ഞാൻ അവളോട് പറയട്ടെടി ഐഷു. സ്വാമി പെണ്ണ, എങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റൂല. ഞാൻ ആദ്യം എന്നെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പം ചിലപ്പോൾ ഓള് തപസ്സിരിക്കും. മനസ്സിലായില്ലേ? ഈ ധ്യാനം പോലെ. അപ്പോൾ അത് കഴിയുന്ന വരെ ഞാൻ മിണ്ടാണ്ട് നിൽക്കും. ഓക്കും ബോധം വരുമ്പം ഞാൻ മെല്ലെ ഓളെ കണ്ണിലേക്ക് നോക്കി വളരെ റൊമാൻറ്റിക് നശിപ്പിച്ച് ഐഷു മൊത്തം മൂഡ് പോക്കി. പറയുന്നത് കേക്ക്. എന്നോട് അസൂയ? ആടിനൊക്കെ എന്താ പരിപാടി? ആളുകളെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഞാള് മെമ്പർഷിപ്പ് ചേർക്കാൻ ഇറക്കിയതാ. എനിക്കിനി മെമ്പർഷിപ്പ് വേണ്ടല്ലോ. 40 വയസ്സ് കഴിഞ്ഞില്ലേ? വാടാ പോവാ. സുമംഗല, സുമംഗല, ഏയ് മോനെ, മോനെ, മൃഗേഷേ, മോനെ, എടാ എഴുന്നേൽക്ക്. ഐശുവിനെ മമ്പടത്തെ കൊണ്ടുപോവാ. എനിക്കോടെ കാണണ്ടേ?
கொஞ்சம் வெளில கூட்டிட்டு போறீங்களா? ഇങ്ങേ ആരെങ്കിലും വരുമോ? എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാം. உங்க மேல தப்பு இல்லை. நான் உங்க கூட வரும்போதே இதெல்லாம் நடக்கும்னு நினச்சேன். எனக்கு தெரியும் நீங்கள் நல்லவர் தான். உங்களுக்கு என்ன பிடிக்கும்னு எனக்கு தெரியும். ஆனால் நான் பிறந்ததும் வளர்ந்ததும் எல்லாம் உங்களை மாதிரி இல்லை. நான் ஒரு ஆசிரமத்தில் வளர்ந்த பொண்ணு. எங்களுக்கு கல்யாணம் அப்படின்னு ஒன்று இல்லை. என்னால் உங்களை கல்யாணம் பண்ணவும் முடியாது. நான் அன்னைக்கே சொன்னேன்ல, பொங்கலுக்கு ஒரு நாள் முன்னாடி எனக்கு போகணும். நான் உங்கள் வீட்டில் வந்ததுக்கப்புறம் எல்லாரும் பெருசாக கொண்டாடுறாங்க. நானும் சந்தோஷமாக தான் இருந்தேன். இந்த வாழ்க்கையில் எனக்கு அதெல்லாம் கொடுத்து வைக்கல. தயவு செஞ்சு எந்த ஆசை பாசத்தையும் காமிக்காதீங்க. என் மனசை நீங்கள் எவ்வளோ முயற்சி பண்ணாலும் மாற்ற முடியாது. எனக்கு போகணும், போய் தான் ആകണം. പോണം 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 എവിടെ പോണം? അതെന്താ പറയാത്തത്? നീ സന്യാസിയാണെ ആശ്രമത്തിൽ കഴിയണം. ഞാൻ ആടെ തന്നെ കൊണ്ടാക്കി തരാം. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നെടുത്ത്. அதெல்லாம் சொன்னா உங்களுக்கு புரியாது. உங்க மண்டையில ஏறாது. അതാ ഞാൻ പിന്നെ ചോദിക്കുന്നത്. ഏടെ പോണ്ടേ? എന്താ എന്റെ പ്രശ്നം? നിന്റെ ആശ്രമത്തിലെ സ്വാമിമാരൊക്കെ ഇങ്ങനെ മതിലും ചാടി നടക്കുവാന്നോ? എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. അതെന്താന്ന് എനിക്ക് അറിയണോ? പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ നാട്ടുകാർ മൊത്തം കണ്ട എനിക്ക് നാളെ എന്തെങ്കിലും പറ്റിയാൽ എന്നോടാ ചോദിക്കുക. കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്ന് വനജേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങാനും പാർട്ടിക്കാരറിഞ്ഞ നീ പറ, എന്താ എന്റെ പ്രശ്നം?